രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന നടപടികൾ ഈ മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന തൂണുകൾക്ക് തന്നെ കോട്ടം വരുത്തുന്നതാണ്. ഭരണകൂടം സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളിലും നിയമനിർമ്മാണങ്ങളിലും പൗരന്റെ ഏറ്റവും മൗലികമായ അവകാശമായ സമ്മതം എന്ന തത്വം സൗകര്യപൂർവ്വം അവഗണിക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഈ സമീപനം ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പൗരന്റെ സ്വകാര്യ ജീവിതത്തിലും തൊഴിലാളിയുടെ തൊഴിൽ അവകാശങ്ങളിലും ഭരണകൂടത്തിന്റെ അധികാരം പരിധിയില്ലാതെ കടന്നുകയറുകയാണ്. ജനാധിപത്യത്തിന്റെ നിഘണ്ടുവിൽ നിന്ന് കൺസെന്റ് എന്ന വാക്ക് തന്നെ മായ്ച്ചു കളയുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. വ്യക്തികളുടെയോ ബന്ധപ്പെട്ട കക്ഷികളുടെയോ അഭിപ്രായങ്ങളോ വ്യക്തമായ അനുമതിയോ തേടാതെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് രാജ്യത്തെ ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി മാറുകയാണ്. ആദ്യമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഡിജിറ്റൽ ഇടങ്ങളിലെ രഹസ്യ നിരീക്ഷണങ്ങളെ കുറിച്ചാണ്. ഇന്ന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പല ഫോൺ ആപ്പുകളും മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളും പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ, അവരുടെ പെടുന്ന സംഭാഷണങ്ങളുടെ മെറ്റാ ഡേറ്റ എന്നിവയടക്കം കൈകാര്യം ചെയ്യുന്നതിൽ അപകടകരമായ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ വിവരശേഖരണം, അത് എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്നതിനെക്കുറിച്ച് സുതാര്യമായ വിവരങ്ങൾ നൽകാതെ പൗരന്റെ പൂർണ്ണമായ സമ്മതം തേടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന കേവലമായ ഉറപ്പുകൾക്ക് യാതൊരു വിലയുമില്ല. ഭരണകൂടം പൗരനെ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. നിരന്തരമായ നിരീക്ഷണത്തിന്റെ ഈ ഭയം പൗരന്റെ സ്വാതന്ത്ര്യത്തിൽ ചില്ലിംഗ് ഇഫക്റ്റ് ആണ് സൃഷ്ടിക്കപ്പെടുത്തുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പോലും ഒരു പൗരൻ ഭയപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. പൗരന്റെ സമ്മതമില്ലാതെ നടക്കുന്ന ഓരോ ഡിജിറ്റൽ നിരീക്ഷണവും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. സ്വകാര്യ വിവരങ്ങൾ ഭരണകൂടത്തിന് എപ്പോൾ വേണമെങ്കിലും ദുരുപയോഗം ചെയ്യാം എന്നൊരു ഭയം സാധാരണ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഇത് രാജ്യത്തെ ഡിജിറ്റൽ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തകർക്കുന്ന നടപടിയാണ്. ഇനി ഇതിനേക്കാൾ ഗൗരവതരമായ വിഷയമാണ് പുതിയ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിമർശനം. രാജ്യത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന 4 പുതിയ തൊഴിൽ കോഡുകൾ സർക്കാർ പാസാക്കിയെടുത്ത നടപടികളിലെ ജനാധിപത്യപരമായ പോരായ്മകളെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. തൊഴിലാളി യൂണിയനുകളുമായും വിവിധ ട്രേഡ് യൂണിയനുകളുമായും തൊഴിലാളികളുമായും വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താനോ അവരുടെ കൂട്ടായ സമ്മതം ഉറപ്പുവരുത്താനോ സർക്കാർ തയ്യാറായില്ല. പൊതുജന താല്പര്യമുള്ള ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിലെ വ്യവസ്ഥകളെക്കുറിച്ച് ബന്ധപ്പെട്ട കക്ഷികളുടെ അഭിപ്രായങ്ങൾ തേടുകയും അവരുടെ എതിർപ്പുകളെ പരിഗണിക്കുകയും ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ധാർമ്മികമായ കടമയാണ്. എന്നാൽ ഈ തൊഴിൽ കോഡുകളുടെ കാര്യത്തിൽ തൊഴിലാളികളുടെ അഭിപ്രായങ്ങളെ പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുകയും വൻകിട കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അധികാരം നൽകുകയും ചെയ്യുന്ന നിയമങ്ങൾ തൊഴിലാളികളുടെ ഹിതത്തിന് വിരുദ്ധമായി അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന് പറയാതെ വയ്യ. പുതിയ നിയമങ്ങൾ തൊഴിലാളികളുടെ ജോലി സമയം കൂട്ടുകയും സാമൂഹിക സുരക്ഷാ പദ്ധതികളിലെ വിഹിതം കുറയ്ക്കുകയും യൂണിയൻ രൂപീകരണത്തിനുള്ള അവകാശം പോലും ദുഷ്കരമാക്കുകയും ചെയ്തു. ഈ പരിഷ്കാരങ്ങൾ തൊഴിലാളികളുടെ സുരക്ഷിതത്വവും മനുഷ്യൻ എന്ന നിലയിലുള്ള അവരുടെ അന്തസ്സും ഇല്ലാതാക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇതെന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ ബലി കഴിച്ചുകൊണ്ട് എന്ത് സാമ്പത്തിക വളർച്ചയാണ് രാജ്യം ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. തൊഴിലാളികളെ കേൾക്കാതെയും അവരുടെ ആശങ്കകൾ പരിഹരിക്കാതെയും നിയമങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യപരമായ ചർച്ചകളെയും സംവാദങ്ങളെയും നിരാകരിക്കുന്നതിന് തുല്യമാണ്. അവരുടെ സമ്മതമില്ലാതെ നടപ്പാക്കുന്ന ഓരോ നീക്കവും തൊഴിലാളികളെ ഒരു കോർപ്പറേറ്റ് യന്ത്രത്തിലെ വെറും പല്ലുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ്. ചുരുക്കത്തിൽ വ്യക്തിപരമായ വിവരങ്ങളുടെ ഡിജിറ്റൽ ലോകത്തിലായാലും രാജ്യത്തെ തൊഴിലാളികളുടെ കാര്യത്തിലായാലും ഭരണകൂടം കൺസെന്റ് എന്ന സുപ്രധാന തത്വത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു. ഇത് കേവലം നിയമപരമായ ഒരു പോരായ്മ മാത്രമല്ല, മറിച്ച് ഒരു പൗരന്റെ മൗലികമായ അവകാശങ്ങളെ തകർക്കുന്ന പ്രവണതയാണ്. നിയമനിർമ്മാണ പ്രക്രിയകളിൽ സുതാര്യത, പങ്കാളിത്തം, ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത എന്നിവ ഇല്ലാതാകുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിത്തറ ദുർബലമാകുന്നു. പൗരന്റെ സമ്മതമില്ലാതെ നടപ്പാക്കുന്ന ഓരോ നടപടിയും പൗരന്മാരും സർക്കാരും തമ്മിലുള്ള വിശ്വാസ്യതയുടെ അഗാധമായ അന്തരം വർദ്ധിപ്പിക്കുന്നു.